ഇന്ന് വളരെ കാം ആൻഡ് എനർജറ്റിക് ആയിട്ടുള്ള ഒരു മോർണിംഗ് ആയിരുന്നു കേട്ടോ. ബിക്കോസ് നല്ല സൺലൈറ്റ് ഉണ്ടായിരുന്നു, എന്നാൽ അധികം ചൂടില്ലായിരുന്നു. ഇന്നലെ മഴ പെയ്തതുകൊണ്ട് നല്ലൊരു ഹ്യൂമിഡ് അറ്റ്മോസ്ഫിയറും ആയിരുന്നു കേട്ടോ. എൻ്റെ ഫ്ലവേഴ്സൊക്കെ നല്ല രീതിയിൽ വിരിഞ്ഞ് നിൽപ്പുണ്ട്. അതുപോലെ പുതിയ പുതിയ ബഡ്സൊക്കെ വരുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ആ ഒരു ഡേ തന്നെ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യും. കഴിഞ്ഞ ദിവസം വാങ്ങിയ കുറച്ച് ചെടികളൂടെ കാണിച്ചു തരാം കേട്ടോ. ഇതൊരു 80 റുപ്പീസിന് വാങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു റോസാണ് കേട്ടോ. ഈ ഒരു ഫ്ലവർ ഷോപ്പിലൊക്കെ ഇരുന്ന് കണ്ടിട്ടുണ്ട്. ഒരു പീച്ചും വൈറ്റൂടെ മിക്സ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അത്യാവശ്യം നല്ല ബഡ്സ് അതിലുണ്ടായിരുന്നേ. പിന്നെ ഈ ഒരു നാടൻ വള്ളി റോസ, ഇത് 50 റുപ്പീസായിരുന്നു കേട്ടോ. അത്യാവശ്യം അതിൽ മൊട്ടുകളും വന്നിട്ടുണ്ട്. കളർ ഞാൻ വൈറ്റ് എന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണേ. പക്ഷേ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ടൈമിൽ അതിൽ ചെറുതായിട്ട് മൊട്ട് വിരിഞ്ഞിട്ടുണ്ടായിരുന്നേ. പക്ഷേ അതൊരു ചെറിയൊരു പീച്ചോ പിങ്കോ ആ ഒരു ഷെയ്ഡിലുള്ളതാണ്. ഏതായാലും ഐ എം സോ ഹാപ്പി. ഈ ഒരു റേറ്റിന് ഇത്രയും ഹെൽത്തി പ്ലാന്റ് നല്ല അഫോർഡബിളാണ്. പിന്നെ അതുപോലെ ഈ ഒരു 10 മണി 10 രൂപയ്ക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. നല്ല റെഡ് കളറാണ്. വിരിഞ്ഞ് നിൽക്കുമ്പോൾ കറക്റ്റ് റോസാപ്പൂ വിരിഞ്ഞ് നിൽക്കുന്ന പോലെ ഫീൽ ചെയ്യും. പിന്നെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഒരു ബോൾ അരേലിയാണ്. അത് തന്നെയാണ് ഇതിൻ്റെ പേരെന്ന് തോന്നുന്നു. 30 റുപ്പീസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ വാങ്ങുന്നത് നിയർ ബൈ ആയിട്ടുള്ള പല പല നഴ്സറികളിൽ നിന്നാണ്. അപ്പോൾ ഇത് നമ്മുടെ വെസ്റ്റ് ഇന്ത്യൻ ചെറി ഉണ്ടല്ലോ, നമ്മുടെ ആപ്പിൾ നെല്ലി, ആ ഒരു സംഭവമാണ്. അതിലിപ്പോഴാണ് പൂ വന്നിട്ട് ഒന്ന് കായ് പിടിച്ച് വന്നത്. പിന്നെ ഈ ഒരു കറിവേപ്പും ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. ഇതിൽ 3 തൈകൾ വന്നിട്ടുണ്ട്. ഇത് 50 റുപ്പീസായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ കറിവേപ്പ് നട്ടിട്ടില്ലായിരുന്നു, അതുകൊണ്ട് വാങ്ങിയതാണേ. പിന്നെ നമ്മുടെ അഗസ്ത്യ ചെടിയിൽ പല പല ബ്രാഞ്ചസ് വരുന്നുണ്ട്. അതിൽ നിന്നെല്ലാം മൊട്ടുകളും വരുന്നുണ്ട്. ഇപ്പോൾ ഡെയിലി നമ്മൾ പൂവ് പറിക്കുന്നുമുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.